ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയ ചർച്ചകൾ രാത്രി 1 മണിവരെ നീണ്ടു. മാരത്തോൺ ചർച്ചകളിൽ സമവായമുണ്ടായില്ല. ഇരു ഗ്രൂപ്പുകളും തങ്ങളുടെ നിലപാടിൽ ഉറച്ചുനിന്നതാണ് ചർച്ചകൾ അടുത്ത ദിവസങ്ങളിലേക്ക് നീങ്ങാൻ കാരണം. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് വരണമെന്ന എ ഗ്രൂപ്പിന്റെ ആവശ്യം ഐ ഗ്രൂപ്പ് തള്ളി. രാത്രി ഏറെ വൈകി അഹമ്മദ് പട്ടേലുമായി നടന്ന ചർച്ചകൾക്ക് ശേഷവും മന്ത്രിസഭയിലേക്ക് ഇല്ലെന്ന നിലപാടിൽ രമേശ് ചെന്നിത്തല ഉറച്ചുനിന്നു. ചർച്ചകൾ തുടരും. രമേശ്, കേരളത്തിലെ പ്രശ്നത്തിൽ എത്ര വേഗത്തിൽ ഒരു പരിഹാരം ഉണ്ടാകും? എത്രയും വേഗം പരിഹരിക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. ഇപ്പം നേരത്തെ വൈകുന്നേരം പറഞ്ഞു മന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന തീരുമാനം പുനഃപരിശോധിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല എന്ന്. അതിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? അതിൽ മാറ്റം വരുത്തേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. മറ്റു കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ചർച്ചകൾ തുടരുമെന്നും ഇന്നോ നാളെയോ സോണിയാഗാന്ധിയെ കാണുമെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. AK ആന്റണിയെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കണ്ടതോടെയാണ് ഇടയ്ക്ക് വഴിമുട്ടിയ ചർച്ചകൾ പുനരാരംഭിച്ചത്. ഇതേ തുടർന്ന് ഐ ഗ്രൂപ്പ് നേതാക്കൾ ഉമ്മൻചാണ്ടിയുമായും രമേശ് ചെന്നിത്തലയുമായും ചർച്ച നടത്തി. അതിനുശേഷമാണ് ചെന്നിത്തല അഹമ്മദ് പട്ടേലുമായി കൂടിക്കാഴ്ച നടത്തിയത്. ചർച്ചയിൽ ACC ജനറൽ സെക്രട്ടറി മുഗൾ വാസ്നിക്കും പങ്കെടുത്തു. നിലവിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകാമെന്ന തരത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഘടകകക്ഷി നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചേക്കും. മീഡിയ 1, ഡൽഹി.